ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർ പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഹോക്കിൻസ് കോണ്ടിയൂറ ഉണ്ടല്ലോ, ഇതിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ എന്തെളുപ്പം. ഇപ്പോൾ ഇവിടെ ഹോക്കിൻസ് കോണ്ടിയൂറ ഒന്നുമില്ല. പണ്ടത്തെ നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു പരസ്യമാണ്. കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നിയിട്ടുള്ള ഒരു പരസ്യം. അപ്പം അന്ന് നമുക്കറിയില്ലായിരുന്നു. ഞാനിത് 2-3 വട്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതുകൂടെ ചേർത്ത് 3-ാമത്തെ വട്ടം. ഒന്ന് മോനെ വയറ്റിലുള്ള സമയത്ത്, പിന്നെ അല്ലാതെ ഒരു പ്രാവശ്യം, പിന്നെ ഇത്. ഇപ്പോൾ ഈ 3 തവണ ഞാൻ ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് പർപ്പസ്ഫുള്ളി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതൊന്നും അല്ല കേട്ടോ. നമ്മൾ അലങ്കാറിൽ പോയ സമയത്തെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ച് വെച്ചിരുന്നതിൽ കുറച്ച് നമ്മൾ തോരനും ഒക്കെ ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ ബാലൻസ് സലാഡിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഒരു 7 അതേപടി ഇരിപ്പുണ്ടായിരുന്നു. 7 കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ അബദ്ധം മനസ്സിലായി, ഇതെല്ലാം കൂടെ എങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കും. കാരണം ഈ വയറും വെച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഘട്ടം ഘട്ടമായിട്ടാണ്. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതുണ്ടാക്കിയത് വൈകുന്നേരം കണ്ട. പിന്നെ നെയ്യ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നല്ലോ, അപ്പോൾ അതുണ്ടായിരുന്നു. അതിന് ബാലൻസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അതിൽ നമ്മൾ കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ വറുത്ത് ആദ്യം മാറ്റി വെച്ചു. വലിയ പണിയൊന്നുമില്ല. പിന്നെ ഏലക്ക പൊടിച്ചെടുത്തു, പിന്നെ പാല് കാച്ചി വെച്ചു, പിന്നെ നെയ്യ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ മുന്തിരിങ്ങയും കശുവണ്ടിയും തന്നെ നമ്മൾ പായസം വെക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം മേടിച്ചിരുന്നു, അട വെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഉദ്ദേശിച്ചപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒത്തു വന്നപ്പോൾ നമ്മളങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓവറായിട്ട് മധുരം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിന് അധികത്തിൽ ഓവർ മധുരം ഒന്നും ചേർത്തിട്ടില്ല. ചിലവർ 1 കപ്പ് മധുരവും 1/2 കപ്പൊക്കെ ചേർക്കുന്നവരുണ്ട്. അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതിരിപ്പുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. സാധാരണ നമ്മൾ ഈ ഓറഞ്ചും റെഡൂടെ കളറിലുള്ള ഡൽഹി ക്യാരറ്റ് എന്ന് പറയുന്നൊരു ഇത് നല്ല മധുരമാണെന്ന്. അപ്പോൾ അതിന് പക്ഷേ ഇത്രയും പഞ്ചസാര ചേർക്കേണ്ടി വരത്തില്ല. നോർമൽ ഒരാൾ ക്യാരറ്റ് ഹൽവയ്ക്ക് ചേർക്കുന്ന പഞ്ചസാരയൊന്നും ഞാൻ ചേർത്തില്ല. നമുക്കിങ്ങനെ കഴിക്കണം എന്ന് തോന്നിയാൽ ഓവർ പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കി കഴിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഞാനിത് നെയ്യിൽ നന്നായിട്ട് വരട്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തു. അതിനിടയിൽ ഞാൻ ഇളക്കി കൊടുക്കും. പിന്നെ ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ പഞ്ചസാര പൊടിച്ചതും അതുപോലെ ഏലക്കയും കൂടെ ചേർത്തിട്ടും ഞാൻ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെയും വെച്ചു. അതിന് ശേഷമാണ് പാല് ചേർത്തത്. ഒരു 1.5 കപ്പ് പാലോളം ഞാൻ ചേർത്തായിരുന്നു. അങ്ങനെ ചേർത്തിട്ട് ഞാൻ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് കുക്കാവാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതും അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പാലൊക്കെ ഇങ്ങനെ പിരിഞ്ഞതുപോലൊക്കെ ഇരിക്കും ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്തില്ല, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുത്തു. പക്ഷേ ശരിക്കും ക്യാരറ്റിൻ്റേതായ ക്യാരറ്റാണോന്ന് തോന്നത്തുമില്ല, നല്ല ടേസ്റ്റുമാണ്. മുന്തിരിങ്ങയും കശുവണ്ടി നട്ട്സൊക്കെ കൂടുതലിടാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. മുന്തിരിങ്ങയും കശുവണ്ടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിലർ ആഡ് ചെയ്യുമ്പോൾ മധുരം ഓവറായിട്ട് ആഡ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കും. പക്ഷേ ഹെൽത്ത് വൈസ് അത്രയും ഗുഡാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതും നമ്മളിപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് ഹെൽത്ത് വൈസ് ഗുഡാണെന്നല്ല, നമ്മളിതൊന്നും ഉണ്ടാക്കാറുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, നമ്മൾ പുറത്ത് പോയിട്ടൊരു സ്വീറ്റ്സ് മേടിച്ച് കഴിക്കുന്നവരെങ്ങനെ ഉണ്ടാക്കുന്നതാണ്, ഏത് ഹൈജീനൈക്കാണോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് പെർഫെക്റ്റ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ടതായ ഒരു കാര്യങ്ങളുമില്ല. ഫുഡ് പോയ്സൺ ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട. ഞാനിത് എണ്ണയിൽ വറുത്ത പലഹാരങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് കഴിക്കണം തോന്നുമ്പോൾ മാസത്തിലൊരിക്കലോ, എന്നും വേണമെന്ന് ഞാൻ പറയില്ല, മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെ നമുക്കിപ്പോൾ ഒരു എണ്ണ മേടിച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ചീത്തയായിട്ടുള്ള എണ്ണയിലും അതുപോലെ മധുര പലഹാരങ്ങളാണെങ്കിലും ഇതൊക്കെ എന്ത് വെച്ചുണ്ടാക്കുന്നതെന്ന് പോലും നമുക്കറിയില്ലല്ലോ. അപ്പം പൊതുവേ ഞാനത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ബ്രെഡൊക്കെ കണ്ടിട്ടുണ്ട്. ബ്രെഡൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, ബ്രെഡൊക്കെ എക്സ്പയറി കഴിയുമ്പോൾ അവർ തന്നെ വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നീട് അത് ദിൽക്കുഷിൻ്റെയൊക്കെ ഫോമിൽ, ബിൽക്കുഷ് എന്ന് പറയത്തില്ല, അതിൻ്റെയൊക്കെ ഫോമിൽ തിരിച്ചു കൊണ്ടുവരുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നിടത്ത് നമുക്ക് പറ്റുന്നതൊക്കെ ആണെങ്കിൽ സ്വീറ്റ്സൊക്കെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഹെൽത്തി, നമ്മുടെ കൺവീനിയൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം പിന്നെ എന്താ ലാസ്റ്റ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഇളക്കി നല്ലതായിട്ട് കഴിച്ചു. അപ്പം എല്ലാവരും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.